അടുത്തതായിട്ട് ഈ മോഡ്യൂളിൽ വരുന്നത് കോൺഫിഡൻസ് ഇൻ്റർവെൽ കാണാനാണ്. കോൺഫിഡൻസ് ഇൻ്റർവെൽ കാണാനായിട്ട് ഇക്വേഷൻ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മൾ ഇക്വേഷൻ എക്സ് ബാർ മൈനസ് സെഡ് ആൽഫ ബൈ 2 ഇൻറ്റു സ്റ്റാൻഡേർഡ് എറർ. സ്റ്റാൻഡേർഡ് എറർ എന്ന് പറഞ്ഞാൽ സിഗ്മ ബൈ റൂട്ട് എൻ അല്ലെങ്കിൽ എസ് ബാർ ബൈ റൂട്ട് എൻ. ഓക്കെ, സിഗ്മ ബൈ റൂട്ട് എൻ അല്ലെങ്കിൽ എസ് ബാർ ബൈ റൂട്ട് എൻ കേട്ടോ. അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യലാണ് നമ്മുടെ പണി. അപ്പോൾ നോക്കി, ഇതിന് നമുക്കെല്ലാം തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ നോക്കാം, 90% കോൺഫിഡൻസ് ഇൻ്റർവെല്ലാണ് കാണേണ്ടത്. എത്ര പെർസെൻറ്റേജ് ആണോ പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടുള്ളൂ? സെഡ് ആൽഫ ബൈ 2 കിട്ടുള്ളൂ. ഓക്കെ, സെഡ് ആൽഫ ബൈ 2 നമുക്ക് ഞാൻ ടേബിളിൽ നിന്ന് പറഞ്ഞില്ലേ, എന്ത് ചെയ്യുന്നു, ടേബിളിൽ നിന്ന് നമുക്ക് എടുക്കാം. അതായത് ഇൻഫിനിറ്റി പറയുന്നുണ്ടല്ലോ, ഇൻഫിനിറ്റി എന്ന് പറയുന്നതാണ് നമ്മളുടെ ഭാഗം. അതായത് ഇപ്പോൾ ആൽഫ എന്ന് പറയുന്നത് 90% ആണെന്ന് വിചാരിക്കുക. 90% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.9. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് 0.1ലാണ്. 1 കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എത്ര വേണം നോക്കാം. 0.1 ആണ്. അപ്പോൾ സെഡ് ആൽഫ ബൈ 2 ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 0.1/2 ചെയ്യുക. അതായത് 0.1/2 എന്ന് പറയുമ്പോൾ 0.05. അപ്പോൾ 0.05ൽ ഇൻഫിനിറ്റി നോക്കി, 0.05ൽ ഇൻഫിനിറ്റി 1.645. അതാണ് 90യുടെ വാല്യൂ. 0.645. 90യുടെ വാല്യൂ നോക്കിയേ, 0.645. അതാണ് 1.65. ഒന്നുകൂടി നോക്കാം, 0.1 ആണ്. 90 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.9 ആണ്. അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 0.05 ആണ്. 1.645 ആണ് വന്നിരിക്കുന്നത്. 1.645. അതാണ് 1.65 എന്ന് പറയുന്നത് കേട്ടോ, റൗണ്ട് ചെയ്തിട്ട്. ഓക്കെ, എക്സ് ബാറും ബാക്കിയെല്ലാം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എക്സ് ബാർ തന്നിട്ടുണ്ട്, സിഗ്മ തന്നിട്ടുണ്ട്, എൻ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ഇക്വേഷനാണ്, സോൾവ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ 95% ആയിരുന്നു. അതിലും ഡയറക്റ്റ് ഇക്വേഷനാണ് കേട്ടോ. അപ്പോൾ വിട്ട് കളയത് ഡയറക്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. ടേബിളിൽ നോക്കിയിട്ട് വേണം വാല്യൂ കണ്ടുപിടിക്കാൻ. ഇനി കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൽ എൻ സ്മോൾ ആകുമ്പോൾ ശ്രദ്ധിക്കണം. എൻ സ്മോൾ ആണ്, സിഗ്മ അൺനോൺ ആണ്. അതായത് തന്നിരിക്കുന്ന എസ് ബാർ ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത് സെഡ് ആൽഫ ബൈ 2ന് പകരം ടി ആൽഫ ബൈ 2 ആണ്. ഓക്കെ, അപ്പോൾ ടി ഡിസ്ട്രിബ്യൂഷൻ്റെ ടേബിളിൽ ടി ഡിസ്ട്രിബ്യൂഷൻ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് n-1 വേണം, ഡിഗ്രി ഓഫ് ഫ്രീഡം വേണം. അപ്പോൾ ഇവിടെ n 10 ആയിരുന്നു, അല്ല n = 10ലാണ് പറഞ്ഞിരിക്കുന്നത്. 10 LED ബൾബ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കോൺഫിഡൻസ് ഇൻ്റർവെല്ലാണ് 95%. ഒരു പെർസെൻറ്റേജും ആൽഫ സിഗ്നിഫിക്കൻസ് ലെവൽ തന്നിട്ടില്ലെങ്കിൽ 95 എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ 5%. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അൺനോൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സിഗ്മ അൺനോൺ ആണ്. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടി ഡിസ്ട്രിബ്യൂഷനാണ്. ഓക്കെ അല്ലേ? ടി ഡിസ്ട്രിബ്യൂഷൻ്റെ ടേബിളിൽ നമുക്ക് നോക്കിയാൽ മതി. ഇപ്പോൾ 95 എന്ന് പറയുമ്പോൾ എത്ര പെർസെൻറ്റേജ്? 5% അല്ലേ? 5% എന്ന് പറഞ്ഞാൽ 0.05. ടി ആൽഫ ബൈ 2 വേണം. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 0.025. 0.025ൽ n-1. n 10 ആണ്. സോ n-1 9. 0.025ൽ 9. 0.25ൽ 9 നോക്കുക. അതായത് കണ്ടോ, 2.262 ആണ് ടി ആൽഫ ബൈ 2ൻ്റെ വാല്യൂ വരാം. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഈ വാല്യൂ കിട്ടുന്നത്. ഇങ്ങനെയാണ് കോൺഫിഡൻസ് ഇൻ്റർവെൽ കണ്ടുപിടിക്കാൻ.